ലൂക്കോസിന്റെ സുവിശേഷം 24-ാമത്തെ അധ്യായം 25-ാമത്തെ വാക്യം. അവൻ അവരോട്, ബുദ്ധിഹീനരെ, പ്രവാചകന്മാർ പറഞ്ഞിരിക്കുന്നത് എല്ലാം വിശ്വസിക്കാത്ത മന്ന ബുദ്ധികളെ. ക്രിസ്തു ഇങ്ങനെ കഷ്ടം അനുഭവിച്ചിട്ട് തൻ്റെ മഹത്വത്തിൽ കടക്കേണ്ടതല്ലയോ എന്ന് പറഞ്ഞു. യേശു ഉയർത്തെഴുന്നേറ്റതിന് ശേഷം ക്ലെയോപ്പാവും മറ്റൊരു ശിഷ്യനും യെരുശലേമിൽ നിന്ന് 7 നാഴിക അകലെയുള്ള എമ്മൗസിലേക്ക് യാത്രയാവുകയാണ്. അവരുടെ യാത്രയിൽ അപരിചിതനായ ഒരു മനുഷ്യൻ ഒപ്പം ചേരുന്നു. നടന്ന കാര്യങ്ങളെക്കുറിച്ചും അവരുടെ ആശങ്കകളെക്കുറിച്ചുമൊക്കെ ഈ അപരിചിതനോട് സംസാരിക്കും. അപരിചിതൻ അവരെ 2 സവിശേഷമായ പ്രയോഗങ്ങളിലൂടെ അവരെ നിർവചിക്കുകയാണ്. 1 ബുദ്ധിഹീനരെ, 2 മന്ദബുദ്ധികളെ. ബുദ്ധിഹീനർ, മന്ദബുദ്ധികൾ, ഈ 2 വാക്ക് പലപ്പോഴും ചില പ്രത്യേക ശാരീരിക അവസ്ഥകളുള്ളവരെ ആക്ഷേപിക്കാനോ കുറച്ചു കാണിക്കാനോ നാം ഉപയോഗിക്കുന്ന വാക്കുകളാണ്. എന്നാൽ ഇത്തരം വാക്കുകൾ ഒരു ശാരീരിക അവസ്ഥ എന്ന് നമ്മൾ കാണുന്നതിന് പകരം ഇത് ഒരു വിശ്വാസരാഹിത്യത്തിൻ്റെയും ദൈവത്തെയും ദൈവത്തിൻ്റെ പ്രവർത്തനങ്ങളെയും ശരിയായി മനസ്സിലാക്കാൻ, ദൈവം ചരിത്രത്തിൽ ഇടപെടുന്നത് തിരിച്ചറിയാൻ കഴിയാത്ത എല്ലാ മനുഷ്യർക്കും ചേരുന്ന പേരാണ് ബുദ്ധിഹീനർ, മന്ദബുദ്ധികൾ. പലപ്പോഴും ഏതെങ്കിലും തരത്തിലുള്ള ചിന്തയിലോ അല്ലെങ്കിൽ ആലോചനയിലോ പരിമിതികളുള്ള ചില പ്രത്യേക വിഭാഗത്തിൽപ്പെട്ട മനുഷ്യരെ ആക്ഷേപിക്കുകയല്ല, ഈ പേര് എല്ലാ മനുഷ്യർക്കും ചേർന്ന പേരാണ്. ദൈവത്തിൻ്റെ ചരിത്രത്തിലുള്ള പ്രവർത്തനത്തെ ശരിയായി മനസ്സിലാക്കാൻ സാധിക്കാത്ത, മനസ്സിലാക്കുന്നതിൽ പരാജയപ്പെടുന്ന എല്ലാവർക്കും, എനിക്കും നിങ്ങൾക്കും ചേരുന്ന പേരാണ് മന്ദബുദ്ധി. അത് ഒരു ശാരീരിക അവസ്ഥയല്ല, വിശ്വാസത്തിൻ്റെ അഭാവവും വിശ്വാസത്തിൻ്റെ ആഴമില്ലായ്മയുമാണ്. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.